ലോകകപ്പിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്ക് അത്യന്തം ആവേശകരമായ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. കാണാം ലോകകപ്പ് വിശേഷങ്ങളുമായി സ്പോർട്സ് സ്പോട്ട്. ലോകകപ്പിന്റെ ഏറ്റവും ആവേശകരമായ മറ്റൊരു ഫൈനൽ മത്സരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായിരുന്നു ചിരവൈരികളായ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള മത്സരം. ഒരു രാഷ്ട്രീയ വൈരത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാരവും പേറിയാണ് രണ്ട് ടീമുകളും കളിക്കാനിറങ്ങിയത്. എന്തായാലും ഇംഗ്ലണ്ടിന്റെ നെഞ്ചകം തകർത്തുകൊണ്ട് തന്നെയാണ് അർജന്റീന വമ്പൻ തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. മാന്ത്രിക കാലുകളിലെ മാസ്മരിക വിജയം. അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് കൂടി അർജന്റീന നടത്തിയിരിക്കുകയാണ്. തോമസ് ടുഷേലിൻ്റെയും ഹാരി കെയ്ൻ്റെയും തന്ത്രങ്ങൾ പാടെ നിലച്ചു പോകുന്ന അമ്പേ പാളിയ ഒരു മത്സരം തന്നെയായിരുന്നു. ഞങ്ങൾ തോൽക്കണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കണമെന്ന് അർജന്റീന ഒരിക്കൽ കൂടി പറയുന്ന മത്സരമായിരുന്നു. ആദ്യ പകുതി ഗോൾ രഹിതമായ വിരസമായ മത്സരങ്ങൾ തന്നെയായിരുന്നു. അർജന്റീനയുടെ മുൻകാല നായകൻ അന്റോണിയോ റാറ്റിൻ മത്സരത്തിൽ കുത്തിയിരുന്നു വാങ്ങിയ മഞ്ഞക്കാർഡുകൾ ഇഷ്ടം പോലെ അർജന്റീന താരങ്ങൾ ഇന്നലത്തെ കളിയിൽ വാങ്ങിയിട്ടുണ്ട്. 3 മഞ്ഞക്കാർഡുകൾ അർജന്റീനയ്ക്കും 1 മഞ്ഞക്കാർഡ് ഇംഗ്ലണ്ടിനും ഇന്നലത്തെ കളിയിൽ റഫറി കാണിക്കുകയുണ്ടായി. എന്തായാലും അത്യന്തം ആവേശകരമായ മത്സരത്തിൽ ആദ്യത്തെ പകുതി ഉന്തും തള്ളും വിരസമായി പോയെങ്കിലും ആദ്യ പകുതി കഴിഞ്ഞ് വരുന്ന 55-ാം മിനിറ്റിൽ ആദ്യമായി അർജന്റീനിയൻ വല കുലുക്കുന്നത് ഇംഗ്ലണ്ടാണ്. അന്റോണിയോ ഗോർഡന്റെ തകർപ്പൻ ഗോളിലൂടെ അർജന്റീനയുടെ വല കുലുങ്ങി. അതോടുകൂടി ഇംഗ്ലണ്ട് ആവേശത്തിലായി. അവർ പ്രതിരോധത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും അവസാന മിനിറ്റ് വരെ നിങ്ങളാണ് ജയിക്കുക എന്ന് തോന്നിപ്പിക്കുക, ആ ആഹ്ലാദത്തിൽ നിൽക്കുമ്പോൾ തൂക്കിയടിച്ച് തട്ടേൽ കയറ്റുക, അതായിരുന്നു ഇന്നലത്തെ കളി. കാണാം ആ വാർത്ത. ചില രാത്രികൾക്ക് ആകാശം പോലും സാക്ഷിയാകാൻ മടിക്കും. ചില വിജയങ്ങൾക്ക് വാക്കുകൾ പോരാ, അവയെ കണ്ണീരും ഹൃദയമിടിപ്പും മാത്രമാണ് വിവരിക്കുന്നത്. അറ്റ്ലാന്റയിലെ ഈ രാത്രി അങ്ങനെയൊരു രാത്രിയായിരുന്നു. മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ആദ്യം മുന്നിലെത്തി. ഒരു ഗോൾ അർജന്റീനയെ പിന്നിലാക്കിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ ആരാധകർ വിജയഗാനം പാടിത്തുടങ്ങി. ലോകം അർജന്റീനയെ എഴുതിത്തള്ളിയിരിക്കാം, എന്നാൽ ഫുട്ബോൾ ഒരിക്കലും അവസാന വിസിൽ മുഴങ്ങും മുമ്പ് തന്റെ വിധി എഴുതാറില്ല. അതുകൊണ്ടാണ് ഈ കളിയെ ലോകം അത്രമേൽ സ്നേഹിക്കുന്നത്. നീലവെള്ള ജേഴ്സി ധരിച്ച ഓരോ താരവും ആ നിമിഷം ഒരു ടീമല്ലായിരുന്നു, ഒരു ഹൃദയത്തുടിപ്പായിരുന്നു, ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയായിരുന്നു. ഓരോ ഓട്ടത്തിലും ബ്യൂണസ് ഐറിസിന്റെ തെരുവുകൾ ഉണ്ടായിരുന്നു. ഓരോ പാസിലും കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ശ്വാസത്തിലും ഒരു ജനതയുടെ പ്രാർത്ഥന മുഴങ്ങുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ വിജയം കയ്യെത്തും ദൂരത്തു നിന്നു. എന്നാൽ ചരിത്രത്തിന് ഇനിയും ഒരു വരി കൂടി എഴുതി ചേർക്കാനുണ്ടായിരുന്നു. മെസ്സി പന്ത് തൊട്ട നിമിഷം സമയം പതുക്കെയായി. ലോകം മുഴുവൻ ആ മാന്ത്രിക കാലുകളിലേക്ക് നോക്കി നിന്നു. എൻസോ ഫെർണാണ്ടസിന്റെ സമനില ഗോൾ സ്റ്റേഡിയത്തെ ഉണർത്തിയപ്പോൾ അത് വെറും ഒരു ഗോളായിരുന്നില്ല, വീഴാൻ സമ്മതിക്കാത്ത ആത്മാവിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇഞ്ചുറി ടൈം, ഫുട്ബോളിലെ ഏറ്റവും നിർദ്ദയവും ഏറ്റവും മനോഹരവുമായ സമയം. വീണ്ടും മെസ്സി, വീണ്ടും ഒരു സ്പർശം, വീണ്ടും ഒരു അത്ഭുതം. ലൗട്ടാരോ മാർട്ടിനസിന്റെ കാലുകളിൽ നിന്ന് പന്ത് വലയെ ചുംബിച്ച നിമിഷം അറ്റ്ലാന്റയിൽ മുഴങ്ങിയത് ഒരു ഗോൾ ആഘോഷമല്ലായിരുന്നു, കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ ഒരുമിച്ചുള്ള നിലവിളിയായിരുന്നു. ആ നിലവിളിയിൽ സന്തോഷമുണ്ടായിരുന്നു, ആശ്വാസമുണ്ടായിരുന്നു, കാത്തിരിപ്പിന്റെ അവസാനമുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് തലകുനിച്ചു, അർജന്റീന തല ഉയർത്തി. സ്കോർ ബോർഡിൽ 2-1 എന്ന അക്കങ്ങൾ തെളിഞ്ഞു. എന്നാൽ ആ അക്കങ്ങൾ പറഞ്ഞത് അതിലും വലിയ സത്യമായിരുന്നു. വിശ്വാസത്തിന് ഒരിക്കലും അവസാന വിസിലില്ലെന്ന സത്യം. ഫുട്ബോൾ ചരിത്രത്തിൽ ചില രാജ്യങ്ങൾ കിരീടങ്ങൾ നേടും, ചില രാജ്യങ്ങൾ ഇതിഹാസങ്ങൾ സൃഷ്ടിക്കും. അർജന്റീന വീണ്ടും തെളിയിച്ചത് അവർ ട്രോഫികൾ മാത്രം ഉയർത്തുന്നവരല്ല, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മായാത്ത ഓർമ്മകൾ കൊത്തിവെക്കുന്നവരാണെന്നതാണ്. ലോകകപ്പിന്റെ സ്വർണ്ണ സിംഹാസനത്തിലേക്ക് ഇനി ഒരേ ഒരു പടി മാത്രം. മുന്നിൽ സ്പെയിൻ, പിന്നിൽ മറഡോണയുടെ പുഞ്ചിരിയും മെസ്സിയുടെ മാന്ത്രികതയും ഒരു രാജ്യത്തിന്റെ അടങ്ങാത്ത വിശ്വാസവും. കാരണം ചില പതാകകൾ കാറ്റിൽ മാത്രമല്ല പാറുന്നത്, ചരിത്രത്തിന്റെ ഹൃദയത്തിലാണ്. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്. ഉറക്കിക്കിടത്തുമെന്ന ഇംഗ്ലീഷ് ഇതിഹാസങ്ങളുടെ വെല്ലുവിളിക്കാണ് ഇന്നലെ അർജന്റീന ടീം
മറുപടി പറഞ്ഞത്. മെസ്സി എന്ന ഒരു മാന്ത്രികനെ മാത്രം മുൻനിർത്തിയായിരുന്നു കളികളെല്ലാം. തകർന്നു പോകുന്നിടത്തുനിന്ന് വീണ്ടും വീണ്ടും എണീക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ലയണൽ മെസ്സി എന്ന ഒരൊറ്റ കളിക്കാരൻ തന്നെയാണ്. ഇംഗ്ലീഷ് പടം നിഷ്പ്രഭമാവുന്ന കാഴ്ചകളാണ് കളിയിൽ ഉടനീളം കണ്ടത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മെസ്സി കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും ഹാരി കെയ്ൻ അടക്കമുള്ളവർ പ്രതിരോധത്തിലേക്ക് മാത്രം മാറുന്ന കാഴ്ചയാണ് ഇന്നലെ അറ്റ്ലാന്റ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. മെസ്സിയെ പൂട്ടുക, 90 മിനിറ്റും പൂട്ടി നിർത്തുക എന്നുള്ള ലണ്ടൻ മതിലിനെ തുളച്ചു കയറിയാണ് മെസ്സി പാസുകൾ കൊടുക്കുകയും പുതിയ ചരിത്രം എഴുതി ചേർക്കുകയും ചെയ്തു. മത്സരത്തിന് ശേഷം ലയണൽ മെസ്സി പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറഡോണ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ചിരവൈരികളായ ഇംഗ്ലണ്ടും അർജന്റീനയും നേർക്കുനേർ വരുമ്പോൾ ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. മത്സരത്തിന് മുമ്പ് തന്നെ സ്കലോണി ടീമിനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊരു രാഷ്ട്രീയ വൈരം തീർക്കുന്ന സ്ഥലമല്ല, ഇതൊരു ഫുട്ബോൾ കളി മാത്രമാണ്, ഞങ്ങളുടെ ലക്ഷ്യം ഫൈനൽ മാത്രമാണ് എന്നും പറഞ്ഞ് ടീമിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. ഈജിപ്തുമായുള്ള മത്സരത്തിന് ശേഷം വ്യാപകമായി അർജന്റീനയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെല്ലാമാണ് ഇന്ന് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ അർജന്റീനിയൻ ടീം മറുപടി പറഞ്ഞിട്ടുള്ളത്. ഫിഫ ബോയ് അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് എന്നുള്ള ആർപ്പുവിളികൾക്കിടയിലെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾ വിചാരിക്കണം ഞങ്ങൾ തോൽക്കണമെങ്കിൽ എന്നുള്ള ഉറച്ച മെസ്സേജാണ് ഇന്ന് മെസ്സിയും കൂട്ടരും ഫുട്ബോൾ പ്രേമികൾക്ക് നൽകിയത്. അതൊരു ആവേശ പോരാട്ടം തന്നെയായിരുന്നു. ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഉയർത്തു വരാൻ കഴിയും എന്ന, തകർച്ചയിൽ നിന്ന് ഉയർത്തു വരാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേശം ഒരു ലോകത്തിന് മുഴുവൻ നൽകിയ ഒരു മത്സരം കൂടിയായിരുന്നു അർജന്റീനയുടെ മത്സരം. ഇംഗ്ലണ്ടിന് നിശബ്ദമായി നോക്കി നിൽക്കാൻ മാത്രമാണ് സാധിച്ചത്. മത്സരത്തിന് ശേഷം ഇപ്പോൾ ഏറ്റവും വൈറലായിരിക്കുന്നത് ഇംഗ്ലണ്ട് ഗോളിയുടെ ഒരു വാട്ടർ ബോട്ടിലാണ്. അതിൽ എങ്ങനെയെല്ലാം അർജന്റീനിയൻ താരങ്ങളെ നേരിടാം, അവരുടെ ഗോളുകളെ എങ്ങനെയെല്ലാം തടുക്കാമെന്നെഴുതി വെച്ചിരുന്ന ഒരു ബോൾ അർജന്റീനിയൻ താരങ്ങളെടുത്ത് വായിക്കുന്ന ഒരു ചിത്രവും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അർജന്റീന ഫൈനലിൽ സ്പെയിനായിട്ടാണ് മത്സരം. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും തമ്മിൽ ലൂസേഴ്സ് ഫൈനൽ വെങ്കല മത്സരത്തിനായിട്ടുള്ള മത്സരവും 2 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഒരേ ഒരു മത്സരത്തിൽ അറിയാം ലോക കിരീടത്തിലേക്ക് ആര് മുത്തമിടും എന്ന് അറിയുന്ന ഒരേ ഒരു മത്സരം കൂടി മാത്രമേ ഉള്ളൂ. ഈ കളികളിലെല്ലാം ഏറ്റവും താരമായ ഇതിഹാസമായി മാറിയ ഒരു ജേഴ്സിയുണ്ട്, അത് മെസ്സിയുടെ ജേഴ്സിയാണ്. കാണാം ജേഴ്സി ചരിത്രം. സാധാരണ എല്ലാവരും ഇടുന്ന ഒരു ജേഴ്സി അല്ല മെസ്സിയുടെ ജേഴ്സി, അത് ജീവിക്കുന്ന ഫുട്ബോളിന്റെ ഒരു ചരിത്രം തന്നെയാണ്. കാണാം ആ വാർത്ത. ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ അർജന്റീന ഇറങ്ങുമ്പോൾ ആരാധകരുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് മെസ്സിയുടെ ജേഴ്സിയിലായിരുന്നു. ലോകം പരിചയപ്പെട്ട ആകാശനീല വെള്ള വരകൾക്ക് പകരം കടും നീല നിറം. അതൊരു ജേഴ്സി മാറ്റം മാത്രമായിരുന്നില്ല, ചരിത്രത്തോടുള്ള ഒരു ആദരവും വിശ്വാസത്തിന്റെ പ്രഖ്യാപനവുമായിരുന്നു. 1986 ഇംഗ്ലണ്ടിനെതിരെ മറഡോണ എഴുതിയ ഇതിഹാസത്തിന്റെയും 1998 ഓർമ്മകളുടെയും നിറമായിരുന്നു ആ കടും നീല ജേഴ്സി. അർജന്റീനയിൽ അതിനെ എവേ കിറ്റ് എന്ന് വിളിക്കാറില്ല. ഭാഗ്യം കൂടിയുണ്ടാകുമെന്ന വിശ്വാസത്തിന്റെ പ്രതീകമായാണ് പല ആരാധകരും ആ ജേഴ്സിയെ കാണുന്നത്. ഫുട്ബോളിലെ ആ ആചാരവിശ്വാസത്തെ അവർ കബാല എന്നാണ് വിളിക്കുക. ബ്യൂണസ് ഐറിസിന്റെ തെരുവുകളിൽ ജനിച്ച ഫിലറ്റിയാഡോ പോർട്ടിയാനോ എന്ന പരമ്പരാഗത അലങ്കാര കലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ജേഴ്സിയുടെ രൂപകൽപ്പന. യുനെസ്കോയുടെ പൈതൃകാംഗീകാരം നേടിയ ആ കലയുടെ രേഖകൾ മെസ്സിയുടെ ജേഴ്സിയിലൂടെ ലോകകപ്പ് വേദിയിലും ജീവിച്ചു. ആ ജേഴ്സിയിലെ ഓരോ നിറത്തിനും ഓരോ പാച്ചിനും ഓരോ തുന്നലിനും പറയാനുണ്ടായിരുന്നത് അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രമായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മെസ്സി എന്ന ഇതിഹാസം വെട്ടിപ്പിടിച്ച സുവർണ സാമ്രാജ്യത്തിന്റെ അടയാളങ്ങളാണവ. 1 or 2 അല്ല, ആകെ 4 സ്പെഷ്യൽ പാച്ചുകളാണ് ഈ ജേഴ്സിയിലുള്ളത്. 2006 മുതൽ തുടർച്ചയായി 6 ലോകകപ്പുകൾ കളിച്ച് ചരിത്രം കുറിച്ചതിന്റെ ലെഗസി പാച്ച്. ചരിത്രത്തിലാദ്യമായി 2 തവണ ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയതിന്റെ അപൂർവമായ ഇരട്ടവർഷ ഗോൾഡൻ ബോൾ പാച്ച്. കൂടെ അർജന്റീനയുടെ 3 ലോകകപ്പ് വിജയങ്ങളുടെ ഓർമ്മപ്പെടുത്തലായി 3 നക്ഷത്രങ്ങളും നിലവിലെ
ലോക ചാമ്പ്യന്മാരുടെ ഗോൾഡ് ബാഡ്ജും. അർജന്റീന ടീമിലെ എല്ലാവർക്കും ചാമ്പ്യൻ പാച്ചുകൾ കാണാം. പക്ഷേ ഈ 4 പാച്ചുകളും ഒരുമിച്ച് ധരിക്കാൻ യോഗ്യതയുള്ള ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ ലയണൽ മെസ്സി മാത്രമാണ്. അതുകൊണ്ട് ഇത് വെറുമൊരു ജേഴ്സിയല്ല, ഇത് ഫുട്ബോൾ രാജാവിന്റെ ജീവിക്കുന്ന ചരിത്രരേഖയാണ്. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ഇംഗ്ലണ്ട് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ വിജയിച്ചത് മെസ്സി മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജേഴ്സിയും അതിലെ ഓരോ പാച്ചും വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. 3 നക്ഷത്രങ്ങൾക്ക് കീഴിൽ ലോക ചാമ്പ്യന്മാരുടെ സ്വർണ്ണ ബാഡ്ജ് വീണ്ടും തിളങ്ങി. ലോകകപ്പ് വാച്ച് അടുത്ത അധ്യായത്തിലേക്ക് യാത്ര തുടർന്നു. ചില ജേഴ്സികൾ വിയർപ്പിൽ നനയും, ചിലത് വിജയത്തിൽ തിളങ്ങും. എന്നാൽ ചില ജേഴ്സികൾ മാത്രം ചരിത്രം ധരിക്കും. ഇംഗ്ലണ്ടിനെതിരെ മെസ്സി അണിഞ്ഞ നീല ജേഴ്സി അത്തരമൊരു അമൂല്യ സ്മാരകമായി വീണ്ടും ലോക ഫുട്ബോളിന്റെ ഓർമ്മ പുസ്തകത്തിൽ ഇടം നേടി. ഒരു വശത്ത് ലോകകപ്പിന്റെ സ്വപ്നം, മറുവശത്ത് ഫുട്ബോളിന്റെ സാർവലൗകിക സന്ദേശം. ആ 2 പാച്ചുകൾക്കിടയിൽ നിന്നാണ് മെസ്സി തന്റെ മറ്റൊരു ഇതിഹാസം രചിച്ചത്. അഡിഡാസ് ഈ ലോകകപ്പിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഹീറ്റ് RDY ടെക്നോളജി ഉപയോഗിച്ചാണ് മെസ്സിയുടെ ജേഴ്സിയിൽ ഈ പാച്ചുകൾ തുന്നിച്ചേർത്തിരിക്കുന്നത്. സാധാരണ കളിക്കാരുടെ പാച്ചുകളേക്കാൾ ഭാരം കുറഞ്ഞതും കൂടുതൽ സ്വർണ്ണ നിറം തങ്ങി നിൽക്കുന്നതുമായ മെറ്റീരിയലാണ് മെസ്സിയുടെ ഈ ജേഴ്സിയിലെ പ്രത്യേക ബാഡ്ജുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്. ഫുട്ബോൾ ലോകത്തെ ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസം തന്നെയാണ് ലയണൽ മെസ്സി. ആ ലയണൽ മെസ്സിയുടെ ടീമാണ് ഇനി ഫൈനലിലേക്ക് മുത്തമിടാൻ പോകുന്നത്. കപ്പിൽ മുത്തമിടാൻ പോകുന്നത് ലയണൽ മെസ്സിയുടെ ടീമും ലാ ഫ്യുവന്റെയുടെ വണ്ടർ കിഡ്സുമാണ്. ഇവർ 2 കൂട്ടരും ഏറ്റുമുട്ടുമ്പോൾ ആരാവും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കപ്പിൽ മുത്തമിടുമോ അതോ വണ്ടർ കിഡ്സ് കപ്പിൽ മുത്തമിടുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശനിയാഴ്ച പുലർച്ചെ മിയാമി സ്റ്റേഡിയത്തിലാണ് വെങ്കല മെഡലിനായിട്ടുള്ള മത്സരങ്ങൾ നടക്കുക. അതിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടുന്നുണ്ട്. സൂപ്പർ ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയുള്ള മത്സരവും കൂടി കനക്കുക തന്നെയാണ്. എംബാപ്പെ 8 ഗോളുകളുമായി മെസ്സിയോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ഗോൾ ണെങ്കിൽ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യതയുണ്ട്. ഹാരി കെയ്നും തൊട്ടു പിന്നിലുണ്ട്. ആരാണ് 3ാം സ്ഥാനക്കാർ എന്ന് അറിയാൻ ശനിയാഴ്ച രാവിലെ വരെ കാത്തിരിക്കണം. ഞായറാഴ്ചയാണ് ഫൈനലിനുള്ള മത്സരങ്ങൾ. എന്തായാലും ലോകകപ്പ് വിശേഷങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം.